പ്രണയിച്ച് വിവാഹിതരായവരാണ് അൽമയും വിഷ്ണുനാഥും. കുഞ്ഞുങ്ങളില്ല എന്ന കാരണത്താൽ ഇപ്പോൾ വിഷ്ണുനാഥ് അൽമയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. തിരുവനന്തപുരം പാറശാല വ്ളാത്താങ്കരയിലാണ് ഇന്നലെ രാവിലെ നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. വ്ളാത്താങ്കര വൃന്ദാവനത്തിൽ അൽമയെയാണ് ഭർത്താവ് വിഷ്ണുനാഥ് കൊലപ്പെടുത്തിയത്. PSC പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകനാണ് വിഷ്ണു. കൊല്ലപ്പെട്ട അൽമയ്ക്ക് അയൽക്കാരുമായി അടുപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ അവർ ഫേസ്ബുക്കിൽ 10,000 പേർ പിന്തുടരുന്ന വലിയ സുഹൃത്ത് വലയത്തിനുടമയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ അൽമയ്ക്ക് അതിനുള്ള പിന്തുണ നൽകിയിരുന്നത് വിഷ്ണുവാണെന്നാണ് ബന്ധുക്കളുടെ മൊഴി. പൂച്ചകളെയും നായകളെയും ഒരുപാട് ഇഷ്ടമുള്ളവരായിരുന്നു ഇവർ. സമൂഹ മാധ്യമങ്ങളിൽ വീട്ടിലെ വളർത്തു പൂച്ചയ്ക്കൊപ്പമുള്ളതും ഭർത്താവ് ഒന്നിച്ചുള്ളതുമായ ചിത്രങ്ങളും അൽമ ഷെയർ ചെയ്തിട്ടുണ്ട്. അൽമയുടെ അവസാന സമൂഹ മാധ്യമ പോസ്റ്റ് ഈ മാസം 13-ന് ഫേസ്ബുക്കിൽ നിന്ന് ടാലന്റ് ബാഡ്ജ് നേടിയതിനെ കുറിച്ചുള്ളതായിരുന്നു. പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണം എന്താണെന്ന് അടുത്ത ബന്ധുക്കൾക്ക് പോലും അറിയില്ലെന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങൾ ഇല്ലാത്തതിനെ ചൊല്ലി ഇന്നലെ രാവിലെ വഴക്കുണ്ടായി. പിന്നാലെ വെട്ടുകത്തി ഉപയോഗിച്ച് അൽമയുടെ പിൻകഴുത്തിലും തലയിലും വെട്ടുകയായിരുന്നുവെന്ന് ഭർത്താവ് മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു. രക്തം വാർന്ന അൽമ തൽക്ഷണം മരിച്ചു. സംഭവത്തിനു ശേഷം 100 മീറ്റർ അകലെ കുടുംബ വീട്ടിൽ താമസിക്കുന്ന അഭിഭാഷകനായ മൂത്ത സഹോദരൻ ഷിബുവിനരികിലെത്തിയാണ് വിഷ്ണു കൊലപാതകം നടന്ന വിവരം അറിയിച്ചത്. ഷിബു നെയ്യാറ്റിൻകര DYSPയെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ പാറശാല പോലീസ് വിഷ്ണുനാഥിനെ കസ്റ്റഡിയിലെടുത്തു. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ പേരിലുള്ള കലഹം കൊലപാതകത്തിൽ കലാശിച്ചു എന്നാണ് വിഷ്ണു പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ഇക്കാര്യം പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. വിഷ്ണുനാഥിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു.